വാർത്തകളിലേക്ക്. ഇടുക്കി പീരുമേട് പ്ലാക്കത്തടം വനവാസി ഉന്നതിയിൽ കാട്ടാന ആക്രമണം. വീടുകൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വിശദാംശങ്ങൾ. ഈ പ്ലാക്കത്തറം എന്ന മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടാനശല്യം രൂക്ഷമാണ്. ഒരു ഡസനോളം ആനകളാണ് ഈ ഒരു പ്ലാക്കത്തറം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്ലാക്കത്തറത്തിന് സമീപിച്ച് സീത എന്ന വനവാസി സ്ത്രീ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിനും ഇതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ കാട്ടാനകൾ വീടുകൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരു ആശങ്കയാണ് മേഖലയിൽ പ്രധാനമായും ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 വീടുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. പല വീടുകളുടെയും ജനൽ ചില്ലുകൾ പൂർണ്ണമായും കാട്ടാനകൾ തകർത്തു. കൂടാതെ ഈ സിറ്റ് ഔട്ടുകളും ടൈലുകളും എല്ലാം തന്നെ ചവിട്ടി പൊട്ടിക്കുകയും ഗൃഹോപകരണങ്ങൾ, വീടിന് പുറത്തുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആളുകൾ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ബഹളമുണ്ടാക്കിയുമാണ് ആനകളെ തുരത്തിയിരുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ആരോപണം ഈ മേഖലയിൽ നിലവിൽ ഉടലെടുക്കുന്നുണ്ട്. ഈ RRT സംഘത്തിന് വേണ്ട ക്രമീകരണങ്ങൾ, അതായത് ഈ കാട്ടാനകളെ തുരത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. കൂടാതെ മേഖലയിൽ വ്യാപകമായി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഈ വനംവകുപ്പിന് കൃത്യമായൊരു നിരീക്ഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തി തുടങ്ങിയതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിരീക്ഷണം ആവശ്യമാണ്. വനംവകുപ്പിന് ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പീരുമേട് MLA വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങളും ഈ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണ് പീരുമേട്ടിലുള്ളത്. ശരി സുബിൻ, ഇടുക്കി പീരുമേട് പ്ലാക്കത്തനം വനവാസി ഉന്നതിയിൽ കാട്ടാനാക്രമണം. വീടുകൾക്ക് നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. വ്യാപകമായി കൃഷിയും കാട്ടാന നശിപ്പിച്ചു. വിവരം നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.